ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ് Xtend Pro. 5000 രൂപയ്ക്കുള്ളിൽ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി വിത്ത് AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നോക്കുന്നെങ്കിൽ ഈ ഒരു Xtend Pro നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യக்கூടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് Xtend Pro എന്ന് കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൂടാതെ മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ആൻ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ബോട്ട് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ചൈനയിലാണ് പലതും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. പുറകിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ ഇവിടെ നോക്കുവാണെങ്കിൽ ജൂലൈ 2022 മാക്സിമം റീറ്റെയിൽ പ്രൈസ് 9799 രൂപയാണ്. എന്നാൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 4499 രൂപയാണ്. ഏത് കളറാണെങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്നത് ആക്റ്റീവ് ബ്ലാക്ക് ആണ്, ഇതല്ലാണ്ട് ഡീപ് ബ്ലൂ, റാഗിംഗ് റെഡ്, സാഗ ഗ്രീൻ ഏതാണെങ്കിലും 4499 രൂപ തന്നെയാണ്. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് 3499 രൂപ സ്പെഷ്യൽ ആ ഒരു ആമസോൺ പ്രൈം ഡേയിൽ കൂടെയാണ്. എന്തായാലും 3500 രൂപയ്ക്ക് ഒരു സ്പെക്കൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വർത്ത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ ബോക്സ് നമുക്ക് കിട്ടുന്നത്. ദേ ബോട്ടിന്റെ ലോഗോ ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, വീണ്ടും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മുടെ സാധനം അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ തന്നെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ട് ആ ബോക്സിന്, വേറെ ഒരു സംശയമുണ്ട്. 5000 രൂപ നമ്മൾ കൊടുത്താൽ ബോക്സ് എന്തായാലും മുതൽ തന്നെയാണ്. എന്തായാലും വാച്ചിന്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 2-pin മാഗ്നറ്റിക് ചാർജിങ് കേബിളും കൂടാതെ താങ്ക് യു ബോട്ട് ഹെഡ്, അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ്, അതും ഇതും കുറേ ഉണ്ട്. ആവശ്യം പോലെ നമുക്ക് പൊതുവെ ഈ ഒരു ബോട്ടിൽ നമ്മൾ ഏത് വാങ്ങിച്ചാൽ അതൊക്കെ തന്നെ ഉണ്ട്. ബോട്ട് ഹെഡിന്റെ സ്റ്റിക്കറും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് 1.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. കൂടാതെ പ്രീമിയം മെറ്റാലിക് ബോഡിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലത് സൈഡിലായിട്ടൊരു ക്രൗൺ ഉണ്ട്. ഏറ്റവും പറയലായിട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് കാണാം, ചാർജിങ് പോയിന്റ് കാണാം, 2 മൈക്ക് ഇവിടെ ഉണ്ട്, കൂടാതെ സ്പീക്കേഴ്സും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, അതിലൊന്നും ഒരു സംശയവും വെക്കേണ്ട. കൂടാതെ ബോട്ടിന്റെ ലോഗോ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ ആ ഒരു ബക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു 22 mm ആണ് ആ ഒരു സ്ട്രാപ്പ് സൈസ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഉറപ്പായിട്ടത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഒരു പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ടപ്പ് ചെയ്യുവാണെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ബോട്ട് അവിടെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ വാച്ച് ബൂട്ടപ്പ് ആയിട്ടുണ്ട്. ഇവർ ആക്ച്വലി നമ്മുടെ ആപ്പുമായിട്ട് സിങ്ക് ചെയ്താലേ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ബോട്ട് ക്രെസ്റ്റ് ആപ്പിൽ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് ആദ്യം വരുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് കണ്ട Xtend Pro കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നു. ഇവിടെ കണ്ട Xtend Pro വന്നു, പെയറിംഗ് ആണ്. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് നോയ്സിന്റെ ആ ഒരു പൾസ് 2 തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയറിംഗ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് നെക്സ്റ്റ് കൊടുക്കുവാണ്. കുറച്ച് പേർക്ക് ഇത് ആക്ച്വലി അറിയത്തില്ല കേട്ടോ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. കണ്ടോ, വാച്ച് പെയർ ചെയ്ത സമയത്ത് നേരെ മൊബൈലിലെ ഡേറ്റും സമയമൊക്കെ തന്നെ ഇങ്ങോട്ട് ഈ ഒരു വാച്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിസ്പ്ലേ കുറിച്ച് കൂടുതൽ നോക്കുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 2.5D കർവ്ഡ് ആണ്. കണ്ടോ, നമുക്ക് നല്ല രസമുണ്ട്. കർവ്ഡ് ഡിസൈൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് പോകുന്ന ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ 60 ഹെർട്സിന്റെ ഫ്രെയിം റേറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നമുക്ക് ആ ഒരു 10 AM to 10 PM വരെയുള്ള ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇനി യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ വാച്ച് ബൂട്ടപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 3 വാച്ച് ഫേസസ് കാണാം. അറ്റ് എ ടൈം നമുക്ക് 4 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100-ൽ പരം വാച്ച് ഫേസസ് നമ്മുടെ ക്രെസ്റ്റ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ തന്നെ ആ ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ബാറ്ററി ലെവൽ, ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്, ഡേറ്റ്, ദിവസമൊക്കെ ഉണ്ട്. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കാം. അതുപോലെ തന്നെ ഫൈൻ ഫോൺ, അലാംസ്, ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും, സെറ്റിംഗ്സ് കാണാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്ച്വലി നമ്മൾ ഓൺ ആക്കാൻ പോകുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് നമ്മളത് ഓൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്, അതായത് ബാറ്ററി ലൈഫ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് ഓൺ ആക്കണോ വേണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക എന്നുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്ച്വലി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി ഇടുക. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിലൊന്നുള്ളതല്ല, ഏതിലാണെങ്കിലും ഇത് അവർ എഴുതി കാണിക്കും, മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തീരാനും ചാൻസ് ഉണ്ട്. ബ്രൈറ്റ്നസ് ഞാൻ ഇപ്പോൾ 100% ഇട്ടേക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു 20-40% ഉള്ളിൽ നമ്മൾ ഇടുന്നത് ആണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിസിബിൾ തന്നെയാണ് ഈ ഒരു
40% പോലും കേട്ടോ, അതിലൊന്നും വേറെ ഒരു പ്രശ്നവുമില്ല. ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെതർ കാണാം, മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ പറ്റും. കൂടാതെ സ്ലീപ്പ്, SpO2, ഹാർട്ട് റേറ്റ്, ആക്ടിവിറ്റി, ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. ആദ്യം പക്ഷേ ഇവിടെ ആക്ടിവിറ്റി വരുമെന്നേ ഉള്ളൂ, മറ്റടുത്താണെങ്കിൽ ആദ്യം നോട്ടിഫിക്കേഷൻ വരും. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഞാൻ ഓൾറെഡി ഇവിടെ ഓവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു ക്രിക്കറ്റ് പ്രാന്തനാണെങ്കിൽ ഉറപ്പായിട്ടും ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് സ്കോർ അങ്ങോട്ട് ഇനബിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്രിക്കറ്റിന്റെ സ്കോർസ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി മെയിൻ മെനുവിലേക്ക് പോകാനായിട്ട് നമ്മൾ ക്രൗണിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ആദ്യം കാണാൻ പറ്റുന്നത് കോൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഡയലർ കാണാം, അതൊന്ന് ഇനിഷ്യലൈസിങ് ബ്ലൂടൂത്ത് കോളിംഗ്, അതൊന്ന് ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതേ കണ്ടോ, നമുക്ക് ഡയൽ ചെയ്തിട്ട് അങ്ങോട്ട് ആരാണെങ്കിലും ഒക്കെ വിളിക്കാം. കൂടാതെ ഫോൺ ബുക്ക് ഒരു 10 കോൺടാക്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് സേവ് ചെയ്യിടാം. അത് നമ്മുടെ ആപ്പിൽ വെച്ചേ പറ്റത്തുള്ളൂ, 10 കൂടുതൽ എന്തായാലും പറ്റത്തില്ല. നമുക്ക് ആ ഒരു ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കുന്നവരെ വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. അതുപോലെ തന്നെ കോൾ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ആക്ടിവിറ്റീസിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് 700-ൽ പരം ആക്ടിവിറ്റി മോഡ്സ് ഉണ്ട്. വാക്കിംഗ്, ത്രെഡ്മിൽ, റണ്ണിങ്, ബാഡ്മിന്റൺ എന്നല്ല, നിങ്ങൾ ചെയ്യാത്തതും ചെയ്തതുമായിട്ടുള്ള 700-ൽ പരം നമുക്ക് ഇവിടെ കാണാം. അതൊക്കെ നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. കൂടാതെ ആക്ടിവിറ്റി റെക്കോർഡ്സ് ഉണ്ട്, ഹാർട്ട് റേറ്റ്, SpO2. എന്തായാലും ഈ ഒരു HR മോണിറ്ററിംഗും SpO2 ഒക്കെ തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്യാം. കൂടാതെ സ്ലീപ്പ് ഉണ്ട്, ബ്രെത്ത് എക്സസൈസ്, നിങ്ങൾ സ്ട്രെസ് ഭയങ്കരമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ബ്രെത്ത് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം, അത് മോഡറേറ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നോട്ടിഫിക്കേഷൻ, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അലാം, ഫ്ലാഷ് ലൈറ്റ്, ക്യാമറ കൺട്രോൾ, മ്യൂസിക് കൺട്രോൾ, വെതർ, ഫൈൻ ഫോൺ, സെറ്റിംഗ്സ്, വോയിസ് അസിസ്റ്റന്റ് ആക്ച്വലി ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള എല്ലാത്തിലും അത് ഉള്ളതാണ്. അതുകൊണ്ട് അത് ഇങ്ങോട്ട് കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യം കാണാൻ പറ്റുന്നത് വാച്ച് ഫേസ് ആണ്, അത് ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ക്രീൻ സ്ലീപ്പ് 20 സെക്കൻഡ് വരെ ഉണ്ട്, 5 സെക്കൻഡ് മുതൽ. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന 20 സെക്കൻഡ് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒരു 5 സെക്കൻഡ് ഇടുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. കൂടാതെ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ കണ്ടോ, നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഓൺ ആക്കിയും ഓഫ് ആക്കിയൊക്കെ ഇടാം. കൂടാതെ വൈബ്രേഷൻ, ഇവിടെ ആക്ച്വലി ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് എനിക്ക് പറയാൻ പറ്റുന്നത് വൈബ്രേഷൻ നമുക്ക് ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ബോൾട്ട് ഡ്രിഫ്റ്റിലായിരുന്നെങ്കിലും നമ്മുടെ ഐക്കൺ ടൂലാണെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് സ്ട്രോങ്, സോഫ്റ്റ് അതല്ല വേണ്ടെങ്കിൽ അതുമൊക്കെ ഓഫ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ കിട്ടി, അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കൂടാതെ ഡു നോട്ട് സിസ്റ്റം മോഡ് ഉണ്ട്, സിസ്റ്റത്തിലേക്ക് പോകുവാണെങ്കിൽ റീസ്റ്റാർട്ട്, പവർ ഓഫ്, ഫാക്ടറി റീസെറ്റ് ചെയ്യാനുള്ളതാണ്. ഡൗൺലോഡ് ആപ്പ്, നമുക്ക് ഈ ഒരു ക്രസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള QR കോഡ് ഉണ്ട്. കൂടാതെ എബൌട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു UAയിൽ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വാച്ചിന്റെ സെൻസേഴ്സ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ആദ്യം HR മോണിറ്റർ കയ്യിൽ വെക്കുന്നതിന് മുന്നേ ബോർഡിൽ വെച്ചിട്ട് എന്തുമാത്രം അത് ആക്യുറേറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണമല്ലോ. മെഷർ കൊടുത്തിട്ടുണ്ട്, മെഷറിംഗ് ആണ്. അപ്പോൾ കണ്ടോ, വേർ ദ വാച്ച് പ്രോപ്പർലി എന്ന് വെച്ചിട്ടുണ്ട്. അതായത് ബോർഡിൽ നമ്മൾ വെച്ചാൽ അങ്ങോട്ട് അത് റീഡ് ആവത്തില്ല, കയ്യിൽ അങ്ങോട്ട് നല്ല രീതിക്ക് കെറ്റ് ചെയ്യാലേ പറ്റത്തുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സാച്ചുറേറ്റഡ് ആണ്. ആ ഒരു അമോലഡ് ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി ബോട്ടിൽ എടുത്ത് പറയുന്നുണ്ട്. 65 BPM ആണ് കാണിക്കുന്നത്, 67 ആണ്, 64 ആണ്, നോർമലാണ്. ആക്ച്വലി കൂളാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു നോർമൽ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ആക്യുറേറ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ ആ ഒരു ഓക്സിമീറ്റർ ഇല്ല. ഞാൻ അതെന്തായാലും വാങ്ങിക്കുന്നുണ്ട്, പൾസ് ഓക്സിമീറ്റർ. അത് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും 66-ൽ അങ്ങോട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഇനി SpO2 നോക്കുകയാണെങ്കിൽ മെഷർ ചെയ്യുവാണ്. സ്റ്റേ സ്റ്റിൽ വിത്ത് വാച്ച് ഫേസിങ് അപ്പ് എന്ന് പറഞ്ഞ് എഴുതിച്ചിട്ടുണ്ട്. 99% പെട്ടെന്ന് അങ്ങോട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. എന്തായാലും രണ്ടും ആക്യുറേറ്റ് ആണോ ഇല്ലയെന്ന് അറിയത്തില്ല. പക്ഷേ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആയാലും SpO2 ആണെങ്കിലും വർക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാച്ച് ഇതൊന്നുള്ളതല്ല, ഏതൊരു സ്മാർട്ട് വാച്ച് ആണെങ്കിലും ഇതൊക്കെ തന്നെ നമ്മളൊരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. പ്രോപ്പർ ഡിസിഷനൊക്കെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിച്ച് തന്നെ എടുക്കുക. ഇനി നമ്മുടെ ക്രസ്റ്റ് ആപ്പിലേക്ക് വരുവാണെങ്കിൽ വാച്ച് സിങ്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസിലാണ് വന്ന് നിൽക്കുന്നത്. ഏറ്റവും മുകളിൽ കാണുന്ന വാച്ചിന്റെ ലോഗിൽ ഞെക്കുവാണെങ്കിൽ Xtend Pro 3.0 വാച്ച് ഈസ് കണക്റ്റഡ്. അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നോർമലി നമുക്ക് എല്ലാ വാച്ചുകളിലും കാണിക്കുന്നത് തന്നെയാണ്. ആദ്യത്തെ ഒരു ടാബിൽ പോവുകയാണെങ്കിൽ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്. അവിടെ പക്ഷേ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്ക്ലൈമർ ഉണ്ട്, നോട്ട് ഇൻറ്റൻഡഡ് ഫോർ മെഡിക്കൽ ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസ്. ഞാൻ നേരത്തെ സെൻസേഴ്സിൽ പറഞ്ഞല്ലോ, അത് തന്നെയാണ് അവരും ഒരു അങ്ങോട്ട് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി റാങ്കിൽ പോവുകയാണെങ്കിലും ബഡ്ഡിയൊക്കെ ആണെങ്കിലും നോർമലി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്താ പറയുക, നമുക്ക് ആക്ടിവിറ്റിയൊക്കെ കുറച്ച് നല്ല രീതിക്കൊക്കെ ചെയ്യണമെങ്കിൽ മാത്രം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ബഡ്ഡി ഉണ്ടെങ്കിലും അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനേ ഉള്ളൂ. അതും ഈ ഒരു സ്റ്റോം പ്രോ വേണം, അത് വേറെ കാര്യം. ഇനി സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ഇതാണ് മെയിൻ നമുക്ക് വാച്ചിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ സെറ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ആദ്യം മൈ പ്രൊഫൈലാണ്, അത് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. കാരണം അതിൽ നമ്മുടെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് ഡേറ്റും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാനാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനത്തെ ചെയ്താൽ മതി. എക്സ്റ്റെൻഡ് പ്രോ ഫീച്ചേഴ്സിൽ വരുവാണെങ്കിൽ അവിടെ ആദ്യം കാണാൻ പറ്റുന്നത് വാച്ച് ഫേസസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 100-ൽ പരം വാച്ച് ഫേസസ് ഇവിടെയുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് നമ്മുടെ വാച്ചിലുള്ളതാണ് ഇപ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത്. കൂടാതെ ക്ലൗഡിലേക്ക് പോവുകയാണെങ്കിൽ
100ൽ പരം വാച്ച് ഫേസസ് ഇവിടെ ഉണ്ട്. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഒന്ന് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൈവായിട്ട് ഫോട്ടോ എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടിടാം. കൂടാതെ കണ്ടോ ടെക്സ്റ്റ് കളറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെയൊക്കെ അങ്ങോട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനി സെഡൻഡറി റിമൈൻഡർ നമുക്ക് ഓൺ ആക്കി ഇടാം. അതുപോലെ തന്നെ അലാംസ്, നഡ്ജസ്, വെതർ, നോട്ടിഫിക്കേഷൻ, ഓട്ടോ HR ട്രാക്കർ, ബ്ലൂടൂത്ത് കോളിംഗ് ആക്ച്വലി നമ്മൾ ഇതിനകത്ത് വന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമേ കോൾ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതുപോലെ നമുക്ക് വിളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഗൂഗിൾ ഫിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മൈ ഗോൾസ്, വാച്ച് സെറ്റിംഗ്സ്, ഡിസ്കണക്ട്. വാച്ച് സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ വേക്ക് ഗസ്റ്റർ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് യൂണിറ്റ്, ടൈം ഫോർമാറ്റ്, ഡു നോട്ട് ഡിസ്റ്റർബ്, ക്വിക്ക് റിപ്ലൈ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ക്രെസ്റ്റ് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും സൗണ്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ഫോണിൽ ഒരു കോൾ വരുവാണെങ്കിൽ ഈ വാച്ചിൽ കേൾക്കാൻ പറ്റുക. കോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കോൾ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോണിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാം. കൂടാതെ വോളിയം നമുക്ക് അപ്പും ഡൗണും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോം പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. മൈക്ക് എന്ന് പറയുന്നത് എൻ്റെ വായിനടുത്താണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നത്. എന്നാൽ ഇപ്പോഴെന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് താഴേക്ക് ഞാൻ വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ നോർമലി കൈ വെച്ചിരിക്കുമ്പോഴത്തേക്കുള്ള ഡിസ്റ്റൻസ് ഈ ഒരു സമയത്തുള്ള മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതല്ല നമ്മുടെ വായുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കുള്ള മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്. എന്തായാലും സ്റ്റോം പ്രോ വെച്ചിട്ട് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുമല്ലോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ ഇതിന് 230 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. കൂടാതെ അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു 30 minutes മാത്രം മതി. 5V2A അഡാപ്റ്റർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. 5V2A അഡാപ്റ്റർ യൂസ് ചെയ്യാമെങ്കിൽ പോലും നിങ്ങളൊരു ഫാസ്റ്റ് ചാർജറാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ എന്താ പറയുക 18 വോട്ടിൻ്റെ ആണെങ്കിൽ അതിൽ 5V2A ഉണ്ടാവും. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളൊരു വാച്ച് ഇത്രയും രൂപ എടുത്ത് വാങ്ങിച്ചു, അതുകൊണ്ട് തന്നെ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 10-200 രൂപയ്ക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു 5V2A അഡാപ്റ്റർ വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പവർ ബാങ്കിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറിലോ ഇതിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് അങ്ങോട്ട് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആ നോയ്സിലൊക്കെ പ്രത്യേകം തന്നെ എടുത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെറും 45 ഗ്രാം മാത്രമാണ് ഈ ഒരു വാച്ചിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ കെട്ടിയാൽ അതങ്ങോട്ട് അവിടെ കിടക്കുന്ന ഒരു ഫീലേ ഇല്ല. കൂടാതെ ആ ഒരു പ്രീമിയം ലുക്കും അതുപോലെ തന്നെ ഫീലും ഒക്കെ തന്നെ എടുത്ത് കയ്യിൽ കെട്ടുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. കൂടാതെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണെങ്കിൽ പോലും അവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വിം ചെയ്യുന്ന സമയത്ത് നമ്മൾ കെട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം വാട്ടർ ഡാമേജ് വന്നാലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി 3499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ അല്ലെങ്കിൽ 4500 രൂപയ്ക്ക് ഇത് വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ 3500 രൂപയ്ക്ക് കിട്ടിയ ഒരു സത്യം പറഞ്ഞാൽ ലോട്ടറി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പെർഫെക്റ്റ് ഡിസ്പ്ലേ ആണ്. നമ്മുടെ നോയ്സിന്റെ കളർ ഫിറ്റ് വിഷൻ 2 ഉണ്ടല്ലോ, വിഷൻ 2 2500, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3000 ആണെന്ന് തോന്നുന്നു. പക്ഷേ അമോലെഡ് ഡിസ്പ്ലേ അറിയുവാണ്. നോയ്സിൻ്റെ ഇതും വെച്ചിട്ട് ആ ഒരു അമോലെഡ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് എനിക്ക് കുറച്ച് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, ഇഷ്ടപ്പെട്ടത് ഈ ഒരു നമ്മുടെ എക്സ്റ്റെൻഡ് പ്രോയിലാണ് കേട്ടോ. നല്ല രസമുണ്ട് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി. അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ സാധനമാണ്. ഇത്രയും ക്വാളിറ്റി ആയിട്ട് വാച്ചിൽ ഞാൻ ആദ്യം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ മെയ്ഡ് ഇൻ ഇന്ത്യ ബൈ ആൻ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് കണ്ടപ്പോഴേ ഞാനൊന്ന് ഞെട്ടി. കാരണം വെച്ചാൽ ഇവരുടെ ബോട്ടിൻ്റെ തന്നെ ഇയർഫോണുകൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ കൊള്ളൂല. അപ്പോൾ അതേപോലെ ആയിരിക്കുമോ ഇതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അതല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റി തന്നെയാണ്. 3500 രൂപ അതല്ല 4500 രൂപയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് വർത്ത് ബൈങ് എന്നുള്ളൊരു യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബോട്ടിൻ്റെ വാച്ച് അൺബോക്സ് ചെയ്യുന്നത്. UI ഒക്കെ ഇത് തന്നെയാണോ അതല്ല വേറെ ആണോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ ഈ UI എന്തായാലും പെർഫെക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും എക്സ്റ്റെൻഡ് പ്രോയിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാനായി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.